മഞ്ഞ് മഞ്ഞ് മഞ്ഞ്. ഒടുവിൽ നാം എത്തി ആനപ്പാറയുടെ മലമുകളിൽ. ഇവിടെ ആരുമില്ലേ? ആരുമില്ലായില്ല കേട്ടോ, 3-4 പേരുണ്ട്. രാവിലെ ഡയലോഗൊന്നും അടിക്കാൻ നേരെ ഇനി വിട്ടു വന്നത് ആനപ്പാറ കാണാൻ വേണ്ടി വന്ന വഴിയും ഇതൊക്കെ റൂട്ടൊക്കെ പറഞ്ഞുതരാം. ആദ്യം കാഴ്ച കണ്ടിട്ട് വർത്തമാനം പറയാം. കാരണം അല്ലെങ്കിലേ വെയിലുറയ്ക്കുന്നു, മഞ്ഞ് പോകും. ഇതൊക്കെ തൊടുപുഴയുടെ പ്രത്യേകതയാണ്. തൊടുപുഴയുടെ ചുറ്റുംപുറമുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയായത്. ഇത്ര മനോഹരമായിട്ട് മഞ്ഞ് കാണാൻ പറ്റും. നമ്മുടെ കോട്ടപ്പാറ വണ്ണപ്പുറം എല്ലാവരും പോകാറുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാട്ടിലും മനോഹരം കുറച്ചുകൂടെ പെരുമാറാനും നടക്കാനൊക്കെ ഉള്ള ഇടമുള്ളൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം കേട്ടോ. സൂപ്പറാട്ടോ. ഇത്ര അടുത്ത് 7 കിലോമീറ്റർ എൻ്റെ വീട്ടിൽ നിന്ന്. എന്നിട്ട് ഇത്രയും ചുറ്റിക്കറങ്ങുന്നത് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എങ്ങനെയുണ്ടെന്ന് നോക്ക്. വൗ! Oh. Nice way. ആനപ്പാറ. നമുക്ക് ഈ ആനപ്പാറയുടെ വഴി പറഞ്ഞു കൊടുത്താലോ ജിബിനെ? തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല സ്ഥലങ്ങളൊന്നും ആൾക്കാർക്ക് പറിച്ച് കൊടുക്കരുതെന്നാണ് അല്ലേ? ആൾക്കാർ വന്ന് മെനകേടാക്കുന്നത് ഈ കുപ്പിയും പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട്. എനിക്കത് ഭയങ്കര ദേഷ്യമാണ്. ഇവിടെ തന്നെ അതെ ഒരുപാട് കിടപ്പുണ്ട്. ഇതിവിടെ തന്നെ അത് ഈ താഴോട്ട് തന്നെ, താഴോട്ട് നോക്കിയാൽ തന്നെ അറിയാം.
കള്ളൊക്കെ കുടിക്കാനൊക്കെ നല്ല രസമാണ് അതിൻ്റെ മേലെ. പക്ഷേ ഇവിടെ നിന്ന് കള്ള് കുടിച്ചിട്ട് കുപ്പി തല്ലി പൊട്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ വഴി പറഞ്ഞുതരാം. തൊടുപുഴയെന്ന് നേരെ കരിമണ്ണൂർ വഴിക്ക്, അതായത് മുതലക്കുടം വഴിക്ക് അങ്ങോട്ട് വിടുക. കുന്നംകവലെന്ന് ഇടത്ത് തിരിയുക. ഇടത്ത് തിരിഞ്ഞ് നേരെ ചെറുതോട്ടുംകര അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ അകത്തോടെ ഇടത്തോട്ട് ഉള്ള വഴി. പിന്നെ കുറേ ഇടങ്ങ് വരുമ്പോഴത്തേക്കും പിന്നെ വലത്തോട്ടൊരു തിരിവുണ്ട്. അത് കഴിഞ്ഞ് കുറേ ഇടങ്ങ് വരുമ്പോഴത്തേക്കും വലത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് കുത്തുകയറ്റമായിട്ടൊരു കോൺക്രീറ്റ് റോഡ് കയറിപ്പോകാനുണ്ട്. അതിലിങ്ങോട്ട് പോരുക. തൊടുപുഴയിൽ നിന്നൊരു 10 കിലോമീറ്റർ ആയിരിക്കും അല്ലേ? 10-15 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഇരിക്കും. പക്ഷേ മീശപ്പൂലിമല ഇല മഞ്ഞ് പോലെ, അല്ലെങ്കിൽ കോട്ടപ്പാറ ഇല മഞ്ഞ് പോലെ. കോട്ടപ്പാറക്കാളും രസമുണ്ട് കേട്ടോ ഇവിടെ, അടിപൊളിയാണ്. കുറച്ചുകൂടെ വ്യൂ കൂടുതലാണ് അവിടെ. അപ്പോൾ വരുമ്പോൾ ഇത്തിരി വെളുപ്പിന് വരിക. ഒരു നേരം പരപരാന്ന് വെളുക്കുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പ്. അപ്പോൾ ഒരു 5:30 ഏകദേശം കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കൊള്ളാട്ടോ. കണ്ടോ, ഒരുത്തനവൻ്റെ പെങ്കൊച്ചിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. അടുത്ത മാസം കല്യാണമാണ്. ടവറിൻ്റെ നേരെ അങ്ങേറ്റത്ത് കാണുന്ന ആ മലയില്ലേ, ആ മല കൂമ്പൻ, അതാണ് മണിയന്ത്രംമുടി. നമ്മുടെ തൊടുപുഴ മൂവാറ്റ റോഡിൻ്റെ മൂവാറ്റയ്ക്ക് വല സൈഡിൽ കാണുന്നത്. സാധാരണ ഞങ്ങൾ ഇങ്ങനത്തെ അഭ്യാസമൊക്കെ ഞായറാഴ്ചകളിലാണ്. പക്ഷേ ഇന്ന് ചുമ്മാ പതിവ് പ്രഭാത റൈഡ്. 8:30 ആകുമ്പോഴത്തേക്കും തിരിച്ചു ചെല്ലണം. എല്ലാവർക്കും പണിക്ക് പോകാനല്ലോ, പിന്നെ ബാങ്കിൽ പോകണം, എല്ലാവർക്കും ഓരോ പണിയാണ്. അപ്പോൾ പെട്ടെന്ന് തിരിച്ചു ചെല്ലണം. അതിൻ്റെ ഇടയ്ക്കുള്ള സമയം കൊണ്ടൊന്ന് ഓടിക്കയറിയതാണ് ആനപ്പാറയുടെ മുകളിൽ. എങ്ങനെയുണ്ട്? ഇതാണ് ഞങ്ങൾ തൊടുപുഴയുടെ പ്രിവിലേജ്. കിഴക്കോട്ട് മാറിയ മലങ്കര ഡാം, ഇങ്ങോട്ട് വന്ന മലനിരകൾ, മഞ്ഞ്, കുളിര്, തണുപ്പ്. തൊടുപുഴ ഒരു സംഭവമാണ് മോനെ, അല്ലേ? സംശയം ഉണ്ടോ? സംശയമില്ല. ഇനി സാമൂഹ്യ മാധ്യമങ്ങളിൽ കോട്ടപ്പാറയും ആനപ്പാറയും തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വീണ്ടും ഇനിയും കിടക്കുന്നുണ്ട് ഇവിടെ ഇതുപോലെ മലകൾ. അടുത്ത മലയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരേക്കും ഈ മഞ്ഞ് ആസ്വദിച്ചിരിക്കൂ.